ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരങ്കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 35. രാമായണ കഥ സുഗ്രീവ സഖ്യം മുതൽ. നീതസുഗ്രീവ മൈത്രീൻ തദനു ഹനുമതാ ദുന്ദുബേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലുവിദയുഗപൽ പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഖാദ്യോദ്യതമധുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. ഹനുമാൻ മുഖേന സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയ അങ്ങ് കാൽവിരലുകൊണ്ട് ദുന്ദുബി എന്ന മഹാസുരൻ്റെ ശരീരം ഉയരത്തിൽ എറിയുകയും പിന്നീട് ഒറ്റ അമ്പുപയോഗിച്ച് ഏകകാലത്ത് 7 സാലവൃക്ഷങ്ങൾ പിളർക്കുകയും ചെയ്തു. പിന്നീട് യുദ്ധമധ്യേ സുഗ്രീവനിഗ്രഹത്തിനൊരുങ്ങിയ അതുല്യപരാക്രമിയായ ബാലിയെ അങ്ങ് സൂത്രം പ്രയോഗിച്ച് വധിക്കുകയും വിരഹവിവശനായി മദംഗാശ്രമ സമീപത്തുള്ള മാല്യവാൻ പർവ്വതത്തിൽ വർഷകാലം കഴിച്ചുകൂട്ടുകയും ചെയ്തു. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ യൂഹ്യതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമദദൈതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാതിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കഭിഭിരഭിതദാ ത്വൽപ്രിയാ സപ്രയാസൈ. ലക്ഷ്മണന്റെ വാക്കുകേട്ട് ഭയന്ന് അരികിലെത്തിയ സുഗ്രീവൻ തൻ്റെ വാനരസേനയെ വ്യൂഹങ്ങളാക്കി നിർത്തി സീതാന്വേഷണാർത്ഥം എല്ലാ ദിക്കുകളിലേക്കും പോകാൻ തയ്യാറായി വണങ്ങി നിൽക്കുന്ന ആ വാനരസേനയെ കണ്ട് സന്തുഷ്ടനായ അങ്ങ് ഹനുമാന്റെ കയ്യിൽ സന്ദേശവും അങ്കുലീയവും നൽകി. പിന്നീട് വാനരന്മാർ സകല ദിക്കുകളിലും ചെന്ന് അങ്ങയുടെ പത്നിയെ പ്രയാസത്തോടെ തിരയാൻ തുടങ്ങി. ത്വദ്വാർത്താ കർണനോദ്യദ്ഗരുദുരുജവ സമ്പാദി സമ്പാദി വാക്യ പ്രോർത്തിർണാർണോതിരന്തർനഗരി ജനഗജാം വീക്ഷദത്താങ്കുലീയം പ്രക്ഷുദ്യുദ്യാനമക്ഷക്ഷപണചണരണ സോടബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ടോച്ചലങ്കാം ചെടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗദേ. അങ്ങയുടെ വൃത്താന്തം കേട്ട് വീണ്ടും മുളച്ചുവന്ന ചിറകുകളാൽ വേഗത്തിൽ പറന്നുപോകുന്ന സമ്പാദി പറഞ്ഞതു കേട്ട് ഹനുമാൻ സമുദ്രതരണം ചെയ്യുകയും ലങ്കയുടെ അന്തർഭാഗത്തിരിക്കുന്ന സീതയെ കണ്ട് അങ്കുലീയം കൊടുക്കുകയും ചെയ്തു. അനന്തരം ആ ഉദ്യാനം തകർത്തു. അക്ഷകുമാരനെ കൊന്നതുകൊണ്ട് ഉഗ്രമായ യുദ്ധത്തോടെ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രബന്ധനം സഹിച്ച് രാവണനെ കണ്ട് ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു മടങ്ങുകയും അങ്ങയ്ക്ക് സീതയുടെ ശിരോരത്നം അടയാളമായി കൊണ്ടുവരികയും ചെയ്തു. ത്വം സുഗ്രീവാംഗദാദീ പ്രബലകപിചമുച്ചക്രവിക്രാന്തഭൂമിചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേദ്രാനുജാശ്രീയമാണ തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ പാർത്യരോഷ പ്രാസ്ഥാനാഗ്നേയാസ്ത്രതേജസ്ത്രസദു ദദിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. അനന്തരം അങ്ങ് സുഗ്രീവൻ, അംഗദൻ എന്നീ വാനരപ്രബലന്മാരുടെ സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട ഭൂമിയിൽ കൂടി യാത്ര പുറപ്പെട്ട് സമുദ്രതീരത്തിൽ ചെന്ന് തന്നെ ആശ്രയിച്ച വിഭീഷണൻ നൽകിയ ശത്രുരഹസ്യം ശ്രവിക്കുകയും പ്രാർത്ഥന നിരാകരിക്കപ്പെട്ടപ്പോൾ ഉദിച്ച കോപം മൂലം ആഗ്നേയാസ്ത്രം പ്രയോഗിപ്പാൻ മുതിർന്നപ്പോൾ അതിൻ്റെ ഉഗ്രതേജസ്സിനെ ഭയന്ന്
സമുദ്രത്തിൻ്റെ വാഗ്ദത്തപ്രകാരം സമുദ്രമധ്യത്തിൽ കൂടി വഴി നേടുകയും ചെയ്തു. കീശൈരാശാന്തരോപഹൃതഗിരിനികരൈ സേതുമാതാഭ്യജാതോ യാദൂന്യാമർത്യദംഷ്ട്രാനഗശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമൻ ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബദ്ധ പതകപതികരുന്മാരുതൈർമോചിതോഭൂ. പിന്നീട് അങ്ങ് വാനരന്മാർ പലയിടങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ടുവന്ന മാമലക്കൂട്ടങ്ങളാൽ സേതു നിർമ്മിപ്പിക്കുകയും ലങ്കയിൽ പ്രവേശിച്ച ദംഷ്ട്രകൾ, കൂർത്ത നഖങ്ങൾ, മലകൾ, ശിലകൾ, സാലവൃക്ഷങ്ങൾ എന്നീ ആയുധങ്ങൾ ധരിച്ച സ്വസേനയെക്കൊണ്ട് രാക്ഷസന്മാരെ ഒതുക്കുകയും ചെയ്തുകൊണ്ട് അനുജനായ ലക്ഷ്മണനോടുകൂടി സമരാങ്കണത്തിൽ മഹാപരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രജിത്ത് അയച്ച നാഗാസ്ത്രത്താൽ ബന്ധിതനായെങ്കിലും ഗരുഡന്റെ ചിറകുകളുടെ കാറ്റേറ്റ് അബോധാവസ്ഥയിൽ നിന്ന് മുക്തനായി തീർന്നു. സൗമിത്രിസ്തോത്രശക്തി പ്രഹൃതികളസദൂർവാദജാനീതശൈലഘ്രാണാത് പ്രാണാനുപേദോ വ്യഗൃണുത സുഹൃദീക് ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭനകുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ പക്ഷിണം വൃക്ഷിണോസ്തം. രണഭൂമിയിൽ വെച്ച് രാവണന്റെ ശക്തിയായുധപ്രഹരമേറ്റ് പരവശനായ ലക്ഷ്മണൻ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധപർവ്വതത്തെ ഘ്രാണിച്ച് രണ്ടാമതും ചൈതന്യം നേടുകയും മായാവിയായ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുകയും ചെയ്തു. മായാജാലങ്ങളിൽ ക്ഷുഭിതനായിത്തീർന്ന അങ്ങ് വിഭീഷണവചനം കേട്ട് സമചിത്തനായിത്തീരുകയും ഭൂമണ്ഡലത്തെ കുലുക്കി വാനരസേനയെ മുഴുവൻ ഭക്ഷിക്കാനെടുത്ത യുദ്ധോദ്യുക്തനായ കുംഭകർണനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഗൃഹ്ണൻ ജംബാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണസ്യ ഭിന്ദൻ ഗളിതദിബലമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോ ജീവിതസമരമൃതൈരക്ഷതൈർക്ഷശങ്കൈർലങ്കാഭർത്താച്ച സാഗം നിജനഗരമഗാസപ്രിയ പുഷ്പകേണ. ദേവേന്ദ്രൻ കൊടുത്തയച്ച രഥവും കവചവും സ്വീകരിച്ചുകൊണ്ട് അങ്ങ് രാവണനോട് യുദ്ധം ചെയ്യുകയും ബ്രഹ്മാസ്ത്രമുപയോഗിച്ച് ആ രാക്ഷസന്റെ 10 ശിരസ്സുകൾ ഛേദിക്കുകയും ചെയ്തു. അഗ്നിപ്രവേശം ചെയ്ത് പരിശുദ്ധയായ സീതയെ സ്വീകരിച്ച് ദേവന്മാരുടെ അനുഗ്രഹം മൂലം പുനർജീവൻ കിട്ടിയ സമരാങ്കണത്തിൽ മരിച്ചവരും മുറിവേറ്റവരുമടങ്ങിയ വാനര സൈന്യങ്ങളോടും ലങ്കയുടെ അധിപതിയായി അങ്ങ് അഭിഷേകം ചെയ്ത വിഭീഷണനോടും കൂടി അങ്ങ് പുഷ്പക വിമാനത്തിൽ സ്വനഗരമായ അയോധ്യയിലേക്ക് തിരിച്ചു. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസീ ശത്രുഘ്നേനാർത്ഥയിത്വാ ലവണനിശിചരം പ്രാർത്ഥയാ ശൂദ്രപാശം താവൽ വാൽമീകിഗേഹേ കൃതവസതിരുപാസൂതസീതാസുദൗതേ. അനന്തരം ദിവ്യമായ രീതിയിൽ രാജ്യാഭിഷേകം ചെയ്യപ്പെട്ട് സന്തുഷ്ടനായ അങ്ങ് 10,000 വത്സരത്തിലേറെ സുഖമായി ജീവിച്ചു. ഗർഭിണിയായിട്ടും അപവാദം മൂലം അങ്ങ് സീതാദേവിയെ പരിത്യജിച്ചു. എന്തു കഷ്ടം! ക്രൂരനായ ലവണാസുരനെ അങ്ങ് ശത്രുഘ്നനെ കൊണ്ട് സംഹരിപ്പിക്കുകയും അനർഹനും അപരാധിയുമായ ശൂദ്രനെ സ്വയം വധിക്കുകയും ചെയ്തു. അതിനിടയിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു വന്നിരുന്ന സീത അങ്ങയുടെ പുത്രന്മാരെ പ്രസവിച്ചു. വാൽമീകേസ്ത്വൽസുതോദ്ഗാപിതമധുരഹൃദേ ജാജ്ഞയാ യജ്ഞവാടേ സീതാന്തുയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രിഖാദീ
സ്വയമദസരയൂമഗ്നനിശേഷഭൃത്യൈ സാഗന്നാഗം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാധ്യം. യാഗശാലയിൽ വെച്ച് വാൽമീകിയുടെ ആജ്ഞ അനുസരിച്ച് അങ്ങയുടെ പുത്രന്മാർ ആലപിച്ച മധുരമായ രാമായണ കാവ്യം കേട്ട് സന്തുഷ്ടചിത്തനായ അങ്ങ് സീതയെ ലഭിക്കാൻ കാക്ഷിച്ചപ്പോൾ അവൾ ഭൂമിദേവിയുടെ മാറിൽ മറഞ്ഞുപോയി. യമരാജാവിൻ്റെ കൂടെ ചെല്ലാൻ അപേക്ഷിക്കപ്പെട്ട അങ്ങ് കാരണവശാൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കുകയും സരയൂ നദിയിൽ മുങ്ങിയ സകല ഭൃത്യന്മാരും കൂടി സ്വയം സ്വർഗത്തിലെത്തുകയും ഹേ ദേവ പൂർവസ്ഥിതിയിൽ വൈകുണ്ഠസ്ഥിതനായി തീരുകയും ചെയ്തു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കടന്നു വന്നാൽ അവനെ വധിക്കാമെന്ന് ശ്രീരാമൻ ധർമ്മരാജാവിനോട് സത്യം ചെയ്തിരുന്നു. അപ്പോഴാണ് കാര്യമറിയാത്ത ലക്ഷ്മണൻ ഒരടിയന്തര സന്ദേശവുമായി അവിടെ എത്തിയത്. സത്യം നിറവേറ്റാൻ താൻ ലക്ഷ്മണനെ വധിക്കണം. നിരപരാധിയും ആത്മമിത്രവും ഭ്രാതാവുമായ അവനെ വധിക്കുന്നത് മഹാപാപവുമാണ്. ശ്രീരാമൻ ധർമ്മസങ്കടത്തിലായി. ശ്രേഷ്ഠന്മാരെ ഉപേക്ഷിക്കുന്നത് വധത്തിന് തുല്യമാകയാൽ അവനെ കൂടാതെ തന്നെ അദ്ദേഹം മുക്തിപദം പ്രാപിച്ചു. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമഭിഭവേൽ കാമധർമാദിസക്ത്യാ നോ ചേൽ സ്വാത്മാനുഭൂതേ കുനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധനു വ്യാധിതാപാൻ. തീർച്ചയായും മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇപ്രകാരം മനുഷ്യനായി അവതരിച്ചത്. കാമങ്ങളിലും ധർമ്മങ്ങളിലുമുള്ള അത്യാസക്തി മൂലം വിരഹദുഃഖവും അപരാധം ചെയ്യാത്തവരെ പരിത്യജിക്കലും അനുഭവപ്പെടുന്നു. ചക്രപാണിയായ ഭഗവാനെ, അങ്ങനെയെങ്കിൽ ആത്മസ്വരൂപാധിഷ്ഠിതമായ അങ്ങയുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാകുന്നതെന്തിന്? സത്വസ്വരൂപനായ ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.